ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഭയങ്കര പ്രത്യേകതയുള്ളൊരു ഡിഫറെൻറ്റ് വീഡിയോ ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു ഫ്ലൈറ്റ് നിൽക്കണണ്ട ഒരു ഗ്രൗണ്ടിൽ. ആ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് സെറ്റപ്പ്. ഇത് നമ്മുടെ ബാംഗ്ലൂർ വണ്ണാർക്കട്ട അടുത്താണിത്. വണ്ണാർക്കട്ട സൂവിൻ്റെ അടുത്താണ്. വണ്ണാർക്കട്ട റോഡിലാണ്, മെയിൻ റോഡിലാണിത്. അങ്ങനെയല്ലേ, ടൈഗർ റെസ്റ്റോറൻ്റ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. റിയൽ ഒരു ഫ്ലൈറ്റാണത്. അതിൻ്റെ മെയിൻ ഗേറ്റാണിത്, ഉള്ളിലേക്ക് പോണത്. ഇതൊക്കെ ഓരോ കൗണ്ടറുകളാണ്. ഇതൊക്കെ നമ്മൾ പോയത് ലഞ്ച് ടൈമാണ് കേട്ടോ. അത് കാരണം ആ കൗണ്ടറൊക്കെ ഈവനിങ്ങിന് ഓപ്പൺ ആവുള്ളൂ എന്നാണ്. കണ്ടില്ലേ, ഒരു സൂപ്പർ ഒരു അടിപൊളി ഒരു 380 ഫ്ലൈറ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് സൈഡിലൊക്കെ വേറെ ഇങ്ങനത്തെ ടെൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഈവനിങ്ങിനൊക്കെ ആയിരിക്കും ഓപ്പൺ ആവണേ. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വല്ല പാർട്ടി, ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള ലൊക്കേഷനൊക്കെ അതൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈവനിങ് വന്നാൽ നല്ല വൈബായിരിക്കും തോന്നുന്നത്. എന്നാലും ലഞ്ചിനും ആൾക്കാർ കുറേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ഫ്ലൈറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ അത് നമ്മൾ പോയി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ച് പോയി. അതിൻ്റെ അകത്ത് അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് വരാമെന്നുള്ള ഐഡിയയിലാണ് പോയത്. നമ്മളുടെ സ്ഥലത്തുനിന്ന് ഈ ഫ്ലൈറ്റിൻ്റെ റെസ്റ്റോറൻറ്റിലോട്ട് ഒരു 30 കിലോമീറ്ററിന് കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു ഏരിയയിലാണ് ഇരിക്കണം. വണ്ണാർക്കട്ട റോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കണ്ടില്ലേ, ടൈഗർ എയ്റോ റെസ്റ്റോറൻ്റാണിത്. ഇതിൻ്റെ എഞ്ചിനൊക്കെ ഉണ്ടോ ഫ്ലൈറ്റിൻ്റെ എല്ലാം റിയൽ അതേപോലെ തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കാശ് ചിലവാക്കിയിട്ടാണ് ഉണ്ടാക്കിയാണ് കേട്ടോ. നല്ലൊരു തീമാണ് ഇവരുടെ. നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഫ്രണ്ടിൽ തന്നെ ഹൈവേ ആണ്, മെയിൻ റോഡാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഫ്ലൈറ്റിൻ്റെ പുറത്തുള്ള ഇതൊക്കെ കാണിച്ചിട്ട് ഇനി നിങ്ങൾക്ക് ഉള്ളിൽ എന്താണെന്നൊക്കെ ഒന്ന് കാണിക്കാം, എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടെന്നൊക്കെ കേട്ടോ. റിയൽ ഫ്ലൈറ്റ് തന്നെ കേട്ടോ. വീലൊക്കെ റിയൽ ഫ്ലൈറ്റിൻ്റെ അതേ വീലാണ്. എല്ലാവരും ഇത് കണ്ടില്ല, വീല് കണ്ടില്ല. അതൊക്കെ അവരിങ്ങനെ ഗ്ലാസ് ബോക്സിൽ ഇങ്ങനെ ഇതാക്കി വെച്ചേക്കാണ്. ഇത് കാണാനുണ്ട് കേട്ടോ. അതിനു വേണ്ടിയാണിത്. ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അതിപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ വന്ന കാരണം അപ്പോൾ ഇതൊന്ന് പോയി കണ്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നതാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അതാ പറയാം, 30 കിലോമീറ്റർ പോകണം. പക്ഷേ ഭയങ്കര ക്രൗഡ് ഏരിയ ആണിത്. ഒരു 1.5 മണിക്കൂറാവും നമ്മൾ വണ്ടിയിലൊക്കെ പോകണമെങ്കിൽ. എന്നാലും അവിടെ ആൾക്കാരൊക്കെ ലഞ്ചിനൊക്കെ വന്നിട്ടുണ്ട്. അടിയിലിതായിട്ട് ഇതൊക്കെ ചെയറൊക്കെ ഇട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ, വെയിലൊക്കെ കാരണം അതിൻ്റെ അടിയിലൊക്കെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ചെയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. അവരുടെ മെനു എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇത് നമുക്ക് ഈ ഫ്ലൈറ്റിലോട്ട് കയറണമെങ്കിൽ ഉണ്ടല്ലോ ഒരു ബോർഡിംഗ് പാസ് എടുക്കണം. അതിനൊരാൾക്ക് 100 രൂപയാണ്. ഈ ബോർഡിംഗ് പാസ് എടുത്താൽ മാത്രമേ ഫ്ലൈറ്റിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കയറിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അങ്ങോട്ട് കയറാൻ എൻട്രിക്ക് ഒരു 100 രൂപയുടെ ബോർഡിംഗ് പാസ് എടുക്കണം, നമ്മൾ ടിക്കറ്റ് എടുക്കണം. അത് ബോർഡിംഗ് പാസ് പോലെ തന്നെയാണ് തരുന്നത്. എല്ലാം അതാ ഫ്ലൈറ്റ്. ഇത് പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് അവർക്ക് കളിക്കാനുള്ള, കൊച്ചുകൾക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കിഡ്സിനൊക്കെ ഉള്ള. അത് കാരണം ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ടൈം പാസിനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ലഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വെയിലായി കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈവനിങ് ഡിന്നറിനൊക്കെ പറയുകയാണെങ്കിൽ നല്ല വൈബായിരിക്കും. ഫുൾ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നന്നായിട്ട് നമുക്ക് കാണാൻ. പക്ഷേ ഇനി ഒരു നമ്മൾ ഒരു ഡിന്നറിന് പോകണമെന്ന് വെച്ചിരിക്കുന്നുണ്ട്. ഇതാണ് പണ്ടില്ല ഫ്ലൈറ്റോട്ട് കയറുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ എല്ലാവരും വാ, നമുക്ക് കഴിക്കാൻ പോകാമെന്നാ. ഇനി ഉള്ളിൽ കയറിയിട്ടാണ് കഴിക്കണം. അതാണല്ലോ റെസ്റ്റോറൻറ്റിലോട്ടാണ് ഇപ്പോൾ കയറി പോയിക്കൊണ്ടിരിക്കണം നമ്മൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ വരിക, നമുക്ക് എല്ലാവർക്കും പോയിരുന്ന് കഴിക്കാം. എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ നോക്കാം. അതിൻ്റെ ഇന്നത്തെ മെനു ആണ് വെച്ചേക്കണം കേട്ടോ. അവിടെ എന്തൊക്കെ സാധനങ്ങളെന്നുള്ളതിൻ്റെ മെനു ആണ് കാണുന്നത്. കണ്ടില്ലേ, എൻട്രൻസ് കയറുമ്പോൾ തന്നെ സെയിം റിയൽ ഫ്ലൈറ്റിലോട്ട് കയറുന്ന പോലെ തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ബോർഡിംഗ് പാസ് കാണിച്ചാൽ അവർ നമുക്ക് എൻട്രി തരുള്ളൂ. അത് എയർ ഹോസ്റ്റസ് ഇങ്ങനെയുണ്ട്. എയർ ഹോസ്റ്റസിൻ്റെ യൂണിഫോമൊക്കെ കണ്ട വേണ്ട, അവരിത് നമ്മുടെ സീറ്റ് പറയാണ് അവിടെയാണ്. എയർ ഹോസ്റ്റസിൻ്റെ യൂണിഫോമൊക്കെ എമിറേറ്റ്സിൻ്റെ യൂണിഫോമാണ് കേട്ടോ. ഇത് കാരണം ഇതാണ് ഫ്ലൈറ്റിൻ്റെ എൻട്രൻസ് ആണ്. ഇത് ഫ്ലൈറ്റ് കോക്ക്പിറ്റാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കണ്ടില്ലേ, നമുക്ക് ഫ്ലൈറ്റൊക്കെ ഒന്ന് ഓടിച്ചൊക്കെ നോക്കാൻ വേണമെങ്കിൽ ബട്ടണുകളൊക്കെ റെഡിയാക്കി ഇടുകയാണ് കേട്ടോ. അതും ചെയ്യാം, അതിനും കുഴപ്പമില്ല. അത് കോക്ക്പിറ്റിലൊക്കെ ഇരുന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഉണ്ടല്ലേ, ഇത് പാസഞ്ചേഴ്സ് ഇരിക്കുന്ന സ്ഥലമാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. സീറ്റിങ്ങൊക്കെ അടിപൊളിയാണ്. ടേബിളൊക്കെ കേട്ടോ അടിപൊളിയായിട്ടുണ്ട്. സെറ്റപ്പൊക്കെ അവരുടെ കാണാനുണ്ട് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. ഒന്ന് കഴിക്കണമെങ്കിലും കൂടി നമുക്കൊന്ന് കാണണമെങ്കിലും കൂടി അതിൻ്റെ ഉള്ളോട്ട് കയറണമെങ്കിൽ 100 രൂപയുടെ ബോർഡിംഗ് പാസ് എടുത്താലൊക്കെ അവർ വിടുള്ളൂ കേട്ടോ. അതങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് മറക്കാണ്ട് ചെയ്യണം.
അല്ലാണ്ടൊന്നും അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. എയർ ഹോസ്റ്റസുകളൊക്കെ പാസഞ്ചേഴ്സിനൊക്കെ ഫുഡ് സെർവ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്താ വേണമെങ്കിൽ പറഞ്ഞവർ അതൊക്കെ നമുക്ക് സെർവ് ചെയ്യും. അപ്പോൾ അതാണ് നടക്കുന്നത്. ഇത് ഫ്ലൈറ്റിൻ്റെ ബാക്ക് വശമാണ്, ടെയിലിൻ്റെ സൈഡാണ്. ഇത് എയർ ഹോസ്റ്റസ്മാരൊക്കെ ഭയങ്കര ബിസിയാണ് കേട്ടോ. ഫുഡൊക്കെ എടുത്തിട്ട് അടിപൊളിയാണ്. കണ്ടില്ലേ, സീറ്റിങ്ങും ലൈറ്റിങ്ങും ഒക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ടേബിള് നമുക്ക് കിട്ടിയത്, നമ്മുടെ ടേബിൾ നമ്മുടെ സീറ്റിൻ്റെ നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം വന്നിരിക്കാൻ. അങ്ങനെ വന്ന് എവിടെയെങ്കിലൊക്കെ വന്നിരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ബോർഡിംഗ് പാസിൽ നമ്മുടെ സീറ്റിൻ്റെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ വന്നിരിക്കാൻ പാടുള്ളൂ. വേറെ ആൾക്കാർ ചേർന്ന സീറ്റിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി പോകും. അങ്ങനെ എയർ ഹോസ്റ്റസുകളൊക്കെ വന്ന് ആൾക്കാർക്ക് എന്താ വേണ്ടതെന്നൊക്കെ വെച്ച് നോക്കി എല്ലാം സെർവ് ചെയ്യാണ്. ഇനി നമുക്ക് ഫുഡൊക്കെ മേടിച്ചിട്ട് നോക്കാം. ഇനി ഫുഡിൻ്റെ ഒക്കെ എങ്ങനെയുണ്ട് നോക്കട്ടെ, എന്തൊക്കെ വിധത്തിലുള്ള ഫുഡുണ്ട്, ടേസ്റ്റ്, അതിൻ്റെ അവിടുത്തെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഫ്ലൈറ്റൊക്കെ ഒന്ന് ഉള്ളൊക്കെ ഒന്ന് ശരിക്കും നന്നായിട്ട് കാണുക. അപ്പോൾ മെനു ഒക്കെ അടിപൊളിയായിട്ട് ഇഷ്ടംമാരെ ഐറ്റമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇതൊരു ചെറിയ കാർഡ് പോലത്തെ മെനു, ഇതിലാണ്ട് ഒരു വലിയ മുഖമുണ്ട് കേട്ടോ മെനുവിൻ്റെ. അപ്പോൾ മെനുവിൻ്റെ ബുക്കുണ്ട്. ഇത് കണ്ടില്ലേ, വിൻഡോ ഒക്കെ ഫ്ലൈറ്റിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. നമ്മളെ വിങ്സിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത് കേട്ടോ. വിങ്സിൻ്റെ സൈഡിലുള്ള സീറ്റാണ്, വിൻഡോ സീറ്റാണ് കിട്ടിയേക്കണത്. ഭയങ്കര തിരക്കാണ് കേട്ടോ. ലഞ്ച് ടൈം ആണെങ്കിലും കൂടി നല്ല തിരക്കുണ്ട്. എന്താ വെച്ചാൽ ഈ ആൾക്കാർ ദൂരത്തൊക്കെ വന്നിട്ട് ഇത് കാണാനായിട്ട്, ഇതിങ്ങനെ കാണാനൊരു കൗതുകമാണ്. അതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മൾ വിങ്സിൻ്റെ അവിടുത്തെ വിൻഡോ സീറ്റാണ് നമ്മുടെ. ഇതാണ് വിങ്സ് കണ്ടോ, പുറത്തെ കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. ഇനി ടേക്ക് ഓഫ് ആയിട്ടില്ല, പാസഞ്ചറൊക്കെ കയറിക്കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. അത് കാരണം ഇനി കുറച്ച് ടൈമുണ്ട്. പിന്നെ അതിൽ കയറിയതും നമുക്ക് വൈപ്സൊക്കെ കൊടുക്കും, കൈയും ഫേസൊക്കെ തുടയ്ക്കാനായിട്ട്, ഫ്ലൈറ്റിലെ പോലെ തന്നെ സെറിയലായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈയൊക്കെ മുഖമൊക്കെ തുടച്ച്, വെറ്റ് വൈഫാണ്, നന്നായിട്ട് നല്ല വൈഫ്സിന് നല്ല ഇതൊക്കെ ഉണ്ട്. ഇതാണ് മെയിൻ മെനു പറയാട്ടോ. മെനു കാർഡ് ഇതാണ്. ഇഷ്ടംമാരെ ആയിട്ടുണ്ട്. പിസ്സ ഉണ്ട്, അത് ഇതൊക്കെ ഉണ്ട്. ഗ്രിൽ ചിക്കൻ ഉണ്ട്, തന്തൂരി ചിക്കൻ ഉണ്ട്, ബിരിയാണി ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം. ഇത് നോൺ വെജാണ് കേട്ടോ, എല്ലാം നോൺ. ഇതാണ് നമ്മുടെ ചെയർ സീറ്റ് A07. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് സാധനം ഓർഡർ ചെയ്ത് മേടിച്ചു. സൂപ്പ്, അങ്ങനെ 1-2 സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പ് കുടിച്ച് നോക്കിയിട്ട് പിന്നെ ഇതൊക്കെ കഴിച്ചു നോക്കിയാൽ കൊടുന്നേക്കണ വേറെ അതിൻ്റെ കൂടെയുള്ള സ്റ്റാർട്ടർ കഴിച്ച് നോക്കി നല്ല അടിപൊളിയായിട്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും കംപ്ലൈൻ്റ് ഇല്ല, അടിപൊളിയാണ്. ഈ ബോളൊക്കെ ഞങ്ങൾ കഴിച്ച്, ഇതൊരു ചീസ് ബോളാണ്, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഫുഡ് വന്ന്, ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മളിത് ബട്ടർ നാണും പിന്നെ ഇതാണ് ഗീ റൈസും ദാൽ ഫ്രൈ, ചിക്കനും പിന്നെ ജ്യൂസ്, ലെമൺ ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു നമുക്ക് ആവശ്യമുള്ളൂ. ഞങ്ങൾക്കത് കഴിക്കാൻ പറ്റാത്ത കാരണം ഫുഡ് കുറവേ മേടിച്ചുള്ളൂ. നമ്മൾ ഫുഡ് അത്ര ഇതായിട്ട് കഴിക്കില്ല, കഴിക്കുന്നത് കുറച്ച് കുറവാണ്. അത് തന്നെ ഹെവി ആയിട്ടുള്ള ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് ഐറ്റംസേ മേടിച്ചുള്ളൂ. മേടിച്ച ഫുഡ് ഏതായാലും അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ പറയണത്. നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഫാമിലി ആയിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് വന്ന് ഇവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി റെസ്റ്റോറൻ്റാണ്, ഫുഡും അടിപൊളി ക്വാളിറ്റി ഫുഡാണ്, നല്ല ടേസ്റ്റിയാണ്, ഒന്നും പറയാനില്ല ഫുഡിനെ പറ്റി. നിറയെ ഐറ്റംസ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കിട്ടും കേട്ടോ. നോൺ വെജ് ഐറ്റംസ് എല്ലാം ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങുകയാണ്. എന്നുവെച്ചാൽ ആൾക്കാർ പുറത്ത് കുറേ പേര് സീറ്റിന് വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ അധികം ഞാൻ ഉള്ളിൽ സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടൈഗർ എയറോ റെസ്റ്റോറൻറ്റ് കേട്ടോ, മണ്ണാർക്കാട് റോഡ്. ആൾക്കാർ ഇഷ്ടംമാതിരി പുറത്ത് കാത്തിക്കാണ് സീറ്റിന് വേണ്ടി, ആൾക്കാരെന്നെ വന്നിട്ടിരിക്കുകയാണ്. ഇത് പുറത്ത് അതിൻ്റെ അറ്റ്മോസ്ഫിയറാണ്, ചുറ്റുപാടുള്ള സ്ഥലങ്ങൾ കേട്ടോ. അവരുടെ വേറെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ ഗ്രിൽ ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ഡെസേർട്ടുകൾ, ജ്യൂസുകൾ, അങ്ങനെയുള്ള കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇവിടെ ഈവനിങ്ങിന് നല്ല വൈബായിരിക്കും, ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഈവനിങ്ങിന് ഒരു പ്രാവശ്യം കൂടി നമ്മൾ വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുള്ളൊരു നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു ഏരിയ ആണ്. നിങ്ങൾക്ക് ഈ വെക്കേഷൻ ടൈമിലൊക്കെ മക്കളായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനുണ്ട്. ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ട്, ഒന്ന് വിസിറ്റ് ചെയ്യാനും ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ പാർക്കിങ്ങിനൊന്നും ഒരു പ്രശ്നമില്ല, എത്ര വണ്ടി വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. പാർക്കിങ്ങൊക്കെ നിറയുന്ന സ്ഥലമുണ്ട് കേട്ടോ. അത് കാരണം പാർക്കിങ്ങിനെ പറ്റിയൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല വെയിലാണ്, അത് കാരണം കുറച്ച് നല്ല വെയിലായ കാരണം ബാംഗ്ലൂർ ഇപ്പം നല്ല ചൂടാണ് വെയിലിന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ കേട്ടോ.
അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, ഈ എയറോ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത് ഇത്ര ദൂരം. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു, ഫുഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു, സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മൾ സജഷൻ ചെയ്യാണ്, ഫുഡിലൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ്, അത്ര വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ, നല്ല ഐറ്റമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം, ഇതൊക്കെ ഒന്ന് കാണണം, ലൈഫിലൊക്കെ വൺസെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണ്ടേ. സൗത്ത് ഇന്ത്യയിൽ ഇത് ഫസ്റ്റാണെന്ന് തോന്നി എയറോ റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ. അതോടൊപ്പം മറക്കാണ്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.